ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിലെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയന്റ് ബേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരുന്നു ഒട്ടുമിക്ക സാധനങ്ങളും. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഏതാണ് ആ പ്രൊഡക്റ്റ്, ഏതാണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് സ്നെയിൽ മ്യൂസിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് സ്നെയിൽ മ്യൂസിന് ഒരു ഇൻഗ്രീഡിയന്റ് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പർപ്പിളിന്റെ എന്താണ് സ്നെയിൽ മ്യൂസിൻ ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ സിറം ആണ്. ഈ ഒരു സിറം ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നെയിൽ മ്യൂസിൻ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്നെയിൽ മ്യൂസിൻ തപ്പി കണ്ടുപിടിച്ച് ഞാനിപ്പോൾ കിട്ടിയതാണ്. ഓൾറെഡി മിക്കവരും ഇതിനെക്കുറിച്ച് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. അപ്പോൾ സ്നെയിൽ മ്യൂസിൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ആന്റി ഏജിങ്, അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ, പിന്നെന്താണ് നമ്മുടെ ഹീലിംഗ് പ്രോപ്പർട്ടീസ്, നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ വേണം അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്നെയിൽ മ്യൂസിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ വന്ന സമയത്ത് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ ആണ് ഭയങ്കര രീതിക്ക് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നത്. അടിപൊളി സാധനമാണ് എന്നാണ് റിവ്യൂ പറഞ്ഞത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയാൻ ആളല്ല. സോ ആ ഒരു പ്രൊഡക്റ്റിന് നന്നായിട്ട് നല്ല ഹൈക്ക് പോയിക്കൊണ്ടിരുന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പോഴും നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ മേടിക്കുന്നുണ്ട്. സോ അതിന് ഒരു 1000 എബോ റേഞ്ച് വരുന്നുണ്ട് ആ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ്. അപ്പൊ അത്ര ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു പർപ്പിളിന്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ സ്നെയിൽ മ്യൂസിൻ സിറം ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിന്റെ റേറ്റ് വരുന്നത് 549 ആണ് ഇതിന്റെ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഒട്ടുമിക്ക സമയങ്ങളിൽ ഇതൊരു 350 ആ റേഞ്ചിൽ എപ്പോഴും purple.com, അതായത് പർപ്പിളിന്റെ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് പർപ്പിളിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്, പർപ്പിൾ സ്നെയിൽ മ്യൂസിൻ ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ സിറം എന്ന് പറഞ്ഞിട്ട്. ഇതിന് 30 ml നമുക്ക് 549 രൂപ വരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പോ രാവിലെ, ഞാൻ ഒരിടയ്ക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത സമയത്ത് രാവിലെ മാത്രമാണ് യൂസ് ചെയ്യണം. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ രാത്രിയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. രാവിലെ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ നമ്മൾ മോയ്സ്ചറൈസർ, ടോണർ ഒക്കെ ഇതിന്റെ ഇടയിൽ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് ഈ ഒരു സ്നെയിൽ മ്യൂസിനും കൂടി അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും വെച്ച് ടോപ്പ് അപ്പ് ചെയ്യാനുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, സ്നെയിൽ മ്യൂസിൻ എന്താണോ പെർഫോം ചെയ്യുന്നത് അത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റും പെർഫോം ചെയ്യുന്നത്. അത് സ്നെയിൽ മ്യൂസിനുള്ള ഇൻഗ്രീഡിയൻസ് സ്നെയിൽ മ്യൂസിൻ ഉണ്ട്. പക്ഷെ നമുക്കറിയില്ലല്ലോ എത്രത്തോളം ആകും ഇതിന്റെ പെർഫോമൻസ്. നമുക്ക് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് എങ്ങനെയാവും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ മുന്നേ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പലരുടെയും റിവ്യൂ കണ്ടിട്ട് അവർക്ക് പറഞ്ഞത് ഭയങ്കര ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ ഭയങ്കര സപ്പിൾ ആയിട്ടൊക്കെ വയ്ക്കുന്നതാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്കിൻ. ആ പറഞ്ഞത് എന്താണോ അതാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നാളത്തേക്ക്. പിന്നീട് ഞാൻ ഇപ്പോ 2-3 ദിവസമായിട്ട് ഞാനിപ്പോ രാത്രിയും കൂടി നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാവിലെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ നമുക്ക് തോന്നും. അതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് നല്ല സപ്ലായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഹൈഡ്രേഷൻ ഒക്കെ ഇട്ട് നമ്മുടെ സ്കിന്നിൽ തോന്നൂലേ, ആ ഒരു രീതിക്കുള്ള ഹൈഡ്രേഷൻ ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഭയങ്കര തണുപ്പ്. നമ്മളിത് ഇട്ട് കഴിഞ്ഞത് ഇപ്പം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, ഈ അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞാലും എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ, തൊട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്, ഭയങ്കര സപ്പിളായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. നമ്മൾ നല്ല ഗ്ലോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് സബ്സൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആവാനായിട്ടും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ്. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ, പർപ്പിളിന്റെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ സിറം. നല്ല രീതിക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും അതായത് പിമ്പിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ എനിക്ക് ഒരു 10-ൽ ഒരു 9, 8.5 മാർക്ക് കൊടുക്കാൻ പറ്റും ഈ ഒരു സ്നെയിൽ മ്യൂസിന്. പിന്നെ നമുക്കറിയില്ല വേറെ നല്ല സ്നെയിൽ മ്യൂസിൻ ഉണ്ടോ ഇല്ലയെന്ന് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു നമുക്ക് വേറെ സ്നെയിൽ മ്യൂസിൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യണം, എന്താണ് ഈ സാധനം എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എന്നാൽ കുറച്ച് പൈസയിൽ നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റ് സ്നെയിൽ മ്യൂസിൻ വാങ്ങണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് കണ്ണുപൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്നെയിൽ മ്യൂസിൻ, ഈ ഒരു ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ സിറം, സ്നെയിൽ മ്യൂസിന്റെ ഇൻസ്റ്റന്റ് ഹൈഡ്രേഷൻ സിറം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്ത് നോക്കാം, ഒരു 1-2 പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ വിറ്റാമിൻ സി സിറം പോലെയൊക്കെ മറ്റേത് സിറം പോലെയാണ് നമുക്ക് ഈ ഒരു സിറം. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇവർ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഡ്രോപ്പ് എടുക്കാം. അത് നമ്മുടെ സ്കിന്നിലേക്ക് സ്പോട്ടായിട്ട് അതുപോലെ ഇങ്ങനെ തൊട്ട് കൊടുത്ത് മസാജ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്.
എന്നിട്ട് നമ്മുടെ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ വെച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറയാണ്, ഈ ഒരു സ്നെയിൽ മ്യൂസിനൊക്കെ പുറത്ത് രാവിലെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ നമുക്ക് എന്തിനാണോ നമ്മൾ ഈ ഒരു സ്നെയിൽ മ്യൂസ് യൂസ് ചെയ്താൽ അതിന്റെ വിപരീത ഫലമായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ചിലർക്ക് ഒരു ഷെയ്ഡ്, അതായത് പെട്ടെന്ന് കരിവാളിക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് താഴത്തേക്ക് പോവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട് ചില സിറംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഡാർക്ക്നെസ് വന്നിട്ട് പെട്ടെന്ന് കരിവാളിപ്പ് അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് എപ്പോഴും ഏതൊരു സിറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഒക്കെ ടോപ്പ് ചെയ്തിട്ട് തന്നെ പോവാം. അത് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ സ്നെയിൽ മ്യൂസ് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് കണ്ണുപൂട്ടി മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നെയിൽ മ്യൂസിനാണ്. ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്ത് ഒരു 3 ഡ്രോപ്പ് എടുത്താൽ തന്നെ മതി. നമ്മുടെ ഫുൾ ഫേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും. അതുപോലെ നല്ല ഹൈഡ്രേഷൻ നമുക്ക് വൈകുന്നേരം വരെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. ആ ഒരു ഗ്ലോയിന്, ചെറിയൊരു ഗ്ലോയ്ക്ക് നമ്മുടെ സ്കിന്നിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അതിന് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ആയിട്ട് തോന്നും. നമുക്കതിന് അറിയില്ല. ഞാൻ 2 ദിവസം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി. കാരണം നമ്മൾ അറിയാതെ കൈ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ രീതിക്ക് ഒരു തണുപ്പ്. ഞാൻ വിചാരിച്ചു എന്താണ് ഈ തണുപ്പ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ പോകും. അപ്പോഴാണ് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ആയിരിക്കും. പിന്നെ നമ്മൾ പിന്നീട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. എനിക്കിതിന് ഒരു 10 8.5. പിന്നെ ബാക്കിയുള്ള 1.5 മാർക്ക് ഞാൻ പോകെ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കുറച്ചായിട്ടുള്ള ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ പറഞ്ഞത്. ഇനി പോകെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നല്ലതായിട്ടോ അല്ലെങ്കിൽ എന്താ ഇതിന്റെ അപ്ഡേറ്റ് എന്ന് ഞാൻ ഏതെങ്കിലും വീഡിയോസ് ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. മേടിച്ച് നോക്കുന്നവർക്ക് ഒന്ന് താല്പര്യമുണ്ട്, സ്നെയിൽ മ്യൂസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമുക്ക് കൂളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിലും ഭേദം ഈ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.